നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 20 സ്വാഗതം. ഒരു ദിവസം രാമനും ചങ്ങാതിമാരും യശോദയോട് കണ്ണൻ മണ്ണു തിന്നു എന്ന് പറഞ്ഞു. മണ്ണു തിന്ന് രോഗം പിടിപെടരുതല്ലോ എന്ന ഹിതകാംക്ഷയോടുകൂടി ദേവി കോപം നടിച്ച് കുമാരന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, എടാ അടക്കമില്ലാത്തവനെ, നീ എന്തിനു മണ്ണു തിന്നു എന്ന് ശാസിച്ചു. അമ്മയുടെ ഭാവപ്പകർച്ച കണ്ടു ഭീതനായ കണ്ണൻ, അമ്മേ, ഞാൻ മണ്ണു തിന്നില്ല, ഇവരെല്ലാം നുണ പറയുകയാണ്, വിശ്വാസമില്ലെങ്കിൽ എൻ്റെ വായ് പരിശോധിച്ചാലും എന്ന് സമാധാനം പറഞ്ഞു. ശരി, വായ് തുറക്കൂ, നോക്കട്ടെ എന്നായി അമ്മ. അപ്പോൾ മനുഷ്യാവതാരം മൂലം പരിപൂർണ ഐശ്വര്യത്തിന് ഒരു കുറവും വരാത്ത ഭഗവാൻ ശ്രീഹരി തൻ്റെ മുഖം തുറന്ന് കാണിച്ചു കൊടുത്തു. മണ്ണു തിന്ന ലക്ഷണമുണ്ടോ എന്ന് പരിശോധിക്കാൻ പുറപ്പെട്ട കൃഷ്ണമാതാവ് ആ മുഖത്തിനുള്ളിൽ കൂടി എന്തെല്ലാമാണ് കണ്ടത്? സമസ്ത ചരാചരങ്ങളോടും ദ്വീപസമുദ്രാദികളോടും കൂടിയ ഭൂലോകത്തെയും സ്വർഗാദി ലോകങ്ങളെയും ത്രിഗുണാദി സൂക്ഷ്മ ദേവതകളെയും കൂടാതെ വ്രജദേശത്തെയും വായ് പൊളിച്ചു നിൽക്കുന്ന പുത്രനെയും തന്നെയും പുത്രമുഖത്തിൽ കണ്ടു. അത്ഭുത സംഭ്രാന്തയായ ദേവി ചിന്തിച്ചു, ഞാൻ സ്വപ്നം കാണുകയാണോ? അല്ല, കൺമിഴിച്ചിരിക്കുന്ന എനിക്ക് നല്ല ബോധമുണ്ടല്ലോ. ഇത് ഭഗവത് മായയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ സകലരും എന്നെ പോലെ ഇതെല്ലാം കാണണമല്ലോ. അതോ എനിക്ക് ബുദ്ധിഭ്രമമാണോ? അതുമല്ല. എന്തെന്നാൽ അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള വസ്തുക്കളുടെ പ്രതിബിംബം എതിർമുഖമായിട്ടാണല്ലോ കാണേണ്ടത്. ഞാൻ ഉള്ളിലും പുറത്തും ഒരുപോലെ കാണുന്നുവല്ലോ. അതിനാൽ എൻ്റെ മകന്റെ ജന്മസിദ്ധമായ യോഗൈശ്വര്യ പ്രഭാവാതിശയത്തെയാണ് ഞാൻ കാണുന്നത്, സംശയമില്ല. ഇവന്റെ യഥാർത്ഥ തത്വം ഊഹിക്കാൻ പോലും ഞാൻ ശക്തയല്ല. ഈ വിശ്വത്തിന്റെ മൂലകാരണനും സർവവ്യാപകനും ഒടുവിൽ ഇതിനെ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നവനും സുദുർവിഭാവ്യനുമായ ആ പരമപുരുഷനെ ഞാൻ നമസ്കരിക്കുന്നു. ഞാൻ വ്രജനാഥയായ യശോദ, നന്ദനെന്നു പേരായ എൻ്റെ പതി വ്രജേശ്വരൻ, കൃഷ്ണൻ എന്ന ഈ കുമാരൻ എൻ്റെ പുത്രൻ, ഇവിടെ കാണുന്ന ഐശ്വര്യാദികളെല്ലാം എൻ്റേത്, ഗോധനത്തോടു കൂടിയ ഗോപി ഗോപകളെല്ലാം എൻ്റെ സ്വജനങ്ങൾ എന്നിങ്ങനെയെല്ലാം മിഥ്യാഭ്രമം എനിക്ക് തോന്നുന്നത് യാതൊരുവന്റെ മഹാമായ കൊണ്ടാണോ, ആ മായാധിനാഥനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇപ്രകാരം കൃഷ്ണകൃപയാൽ തത്വബോധമുണ്ടായ യശോദയെ സർവേശ്വരൻ വീണ്ടും പുത്രസ്നേഹമാകുന്ന മായാശക്തിയാൽ മയക്കി. തൽക്ഷണം അതുവരെ കണ്ടതെല്ലാം മറന്ന്, അയ്യോ, എൻ്റെ കുഞ്ഞ് പേടിച്ചു നിൽക്കുന്നുവല്ലോ എന്ന വാത്സല്യഭാവത്താൽ ഹൃദയം നിറഞ്ഞ് ദേവി കുട്ടിയെ മടിയിലെടുത്തു വെച്ച് ലാളിച്ചു. വേദങ്ങളും ഉപനിഷത്തുകളും സാഖ്യശാസ്ത്രങ്ങളും യോഗശാസ്ത്രങ്ങളും പഞ്ചരാത്ര സംഹിതകളും ആരുടെ മഹാത്മ്യത്തെയാണോ നിരന്തരം കീർത്തിക്കുന്നത്, ആ പുരുഷോത്തമനായ ശ്രീഹരിയെ യശോദ തൻ്റെ മകനെന്ന് ധരിച്ച് പുത്രവാത്സല്യം ചൊരിഞ്ഞ് ധന്യധന്യയായി. നന്ദി, നമസ്കാരം.